കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 8 നിലകളോടുകൂടി ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നു. 7 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ കെട്ടിടമാണ് ഇനിയും പൂർത്തീകരിക്കാത്തത്. നബാർഡ് അനുവദിച്ച 7 കോടി രൂപ ചിലവിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയത്. നബാർഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 7 കോടി രൂപ ചിലവിലാണ് ആദ്യഘട്ടത്തിൽ 8 നില കെട്ടിടത്തിന്റെ നിർമ്മാണം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തുടങ്ങിയത്. എന്നാൽ നബാർഡ് അനുവദിച്ച നിർമ്മാണ കാലാവധിക്കുള്ളിൽ കരാറുകാരന് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതോടെ കരാറുകാരന് മുഴുവൻ തുകയും നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു. തുടർന്ന് നിർമ്മാണങ്ങൾ നിശ്ചലമായ നിലയിലെത്തി. പിന്നീട് ഇങ്ങോട്ട് കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് തുക അനുവദിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരുന്നത്. വിവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം അനന്തമായി നീളുമ്പോൾ 7 വർഷം പിന്നിടുകയാണ്. ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ല ഭരണമാറ്റത്തിലും ആരോഗ്യമന്ത്രിയിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആശുപത്രി കെട്ടിടത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മാണം, പ്ലംബിംഗ് വർക്കുകൾ, ജനറൽ വാർഡ് സജ്ജീകരണം, OP സജ്ജീകരണം, വൈദ്യുതീകരണ പ്രവർത്തികൾ തുടങ്ങിയവ നടത്താനുണ്ട്. 50ഓളം രോഗികൾക്കുള്ള ജനറൽ വാർഡ് കെട്ടിടത്തിൽ ഉണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിലവിൽ ജനറൽ ആശുപത്രിയിലെ പരിമിതികളിൽ പ്രവർത്തിക്കുന്ന ഒഫ്തമോളജി, ദന്തൽ വിഭാഗങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ സെന്റർ എന്നിവയടക്കം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനിരിക്കെയാണ് നിർമ്മാണ പ്രവർത്തികൾ നീളുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.